السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹത്താൽ ഈ വിശുദ്ധ റമദാനിൽ നാം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന നോമ്പും നമ്മുടെ നിസ്കാരവും ഖുർആനോദനങ്ങളും ദിക്റുകളും ദുആകളും എല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കട്ടെ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് പരിപൂർണമായി നേടിയവരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഉറ്റവർ, ഉടയവർ എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഇഅ്തികാഫിരുന്ന നോമ്പുകാർക്കുള്ള പ്രതിഫലം അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് ദൂരീകരിച്ചു തരട്ടെ. മുഅ്മിനീങ്ങളെ, നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു വരികയാണ്. ഇനി നമുക്കുള്ളത് നിസ്കാരത്തിൽ കറാഹത്തായ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യലാണ്. ഇന്നലെ നിസ്കാരത്തിന്റെ ചില അദബുകൾ നമ്മൾ പറഞ്ഞു. നിസ്കാരത്തിന്റെ കാര്യങ്ങൾ ഫർളുകളുണ്ട്, സുന്നത്തുകളുണ്ട്, കറാഹത്തുകളുണ്ട്, ഹറാമുകളുണ്ട്. ഇസ്ലാമിന്റെ ഏത് വിഷയത്തിലും 5 നിയമങ്ങൾ ഉണ്ടാകും. നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തിക്കും 5 നിയമങ്ങൾ ഉണ്ടാകും. ഒന്ന് ഫർള്. ഫർള് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവർത്തിച്ചാൽ അല്ലാഹു തആല നമുക്ക് പ്രതിഫലം തരും, ഉപേക്ഷിച്ചാൽ ശിക്ഷയുണ്ടാകും. ഇതാണ് ഫർള്. ഇപ്പം ദിവസം 5 വഖത്ത് നിസ്കാരം, ജുംആ നിസ്കാരം, റമദാനിലെ നോമ്പ്, സകാത്ത്, ഹജ്ജ്, ഉംറ, ഇവകളൊക്കെ ഫർളാണ്. അഥവാ ഇതൊക്കെ ചെയ്യൽ നിർബന്ധമാണ്. ചെയ്താൽ അല്ലാഹു പ്രതിഫലം തരും, ഉപേക്ഷിച്ചാൽ കുഴപ്പമില്ലെന്നാണോ? അല്ല, മറിച്ച് ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ല. ഇനി സുന്നത്തെന്ന് പറഞ്ഞാൽ എന്താണ്? സുന്നത്തെന്ന് പറഞ്ഞാൽ ചെയ്താൽ അല്ലാഹു തആല നമുക്ക് പ്രതിഫലം തരും, ഉപേക്ഷിച്ചാൽ അതിന്റെ പേരിൽ നമുക്ക് ശിക്ഷ ഉണ്ടാവില്ല. ഇപ്പോ ഫർദ് നിസ്കാരത്തിന് മുമ്പ് ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ അതൊരാൾ ചെയ്തു, അല്ലാഹു തആല അവന് അധികം പ്രതിഫലം കൊടുക്കും. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ഫർദ് നിസ്കാരങ്ങൾക്ക് പുറമെ, ഫർദിന് പുറമെ സുന്നത്തുകൾ ചെയ്യും വേണം. എന്നാൽ ഒരാൾ ഇതിനെ ഉപേക്ഷിച്ചെന്ന് വിചാരിച്ചിട്ട് എന്തുണ്ടാവില്ല? ശിക്ഷ കിട്ടൂല. ഇതാണ് സുന്നത്ത്. അത് സുന്നത്തായ നോമ്പും അങ്ങനെ തന്നെ, സുന്നത്തായ എല്ലാ അമലുകളും അങ്ങനെയാണ്. ഇനി 4മത്തതാണ് കറാഹത്ത് എന്ന് പറയും. കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചാൽ പ്രതിഫലം കിട്ടും, എന്നാൽ അത് ചെയ്താൽ ശിക്ഷയില്ല. ഇതാണ് കറാഹത്ത്. അല്ലാഹു തആല ചെയ്യരുത് എന്ന്, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ചെയ്യരുതെന്ന് പറയുന്ന പേരിൽ നമ്മൾ അതിനെ ഉപേക്ഷിക്കുന്നു, എന്നാൽ അത് നമുക്ക് പ്രതിഫലമാണ്. പക്ഷേ ഒരാളത് ചെയ്താലോ എന്തില്ല, അതിന്റെ പേരിൽ ശിക്ഷയില്ല. ഇനി ഹറാമുണ്ട്. ഹറാം എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചാൽ ശിക്ഷയുണ്ട്. മദ്യപിക്കുന്നു, അത് ഹറാമാണ്, ശിക്ഷയുണ്ട്. എന്നാൽ മദ്യപിക്കാൻ ആഗ്രഹമുള്ള ഒരാള്, മദ്യപിക്കാൻ തോന്നുന്ന ഒരാള്, പക്ഷെ എന്റെ റബ്ബ് അത് ഹറാമാക്കി എന്നുള്ള നീയത്തില് ആ മദ്യപാനം ഒരാൾ ഉപേക്ഷിച്ചാൽ അവൻ എന്തുണ്ട്? പ്രതിഫലവുമുണ്ട്. ഹറാമ് ഉപേക്ഷിച്ചാൽ, പ്രവർത്തിച്ചാൽ ശിക്ഷയുള്ളത് പോലെ ഉപേക്ഷിച്ചാൽ പ്രതിഫലവുമുണ്ട്. ഇപ്പൊ എത്രയായി? 4 ഫർള്, സുന്നത്ത്, കറാഹത്ത്, ഹറാം. ഇനിയുള്ളത് ഹലാൽ. ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അനുവദനീയമായ കാര്യം.
അത് ഒരാള് അവന്റെ ആവശ്യത്തിന് വേണ്ടി ചെയ്താലും അത് ഉപേക്ഷിച്ചാലും അവന് പ്രത്യേകിച്ച് പ്രതിഫലമോ ശിക്ഷയോ ഒന്നും അതിന്റെ പേരിൽ അവനില്ല. ഇതാണ് ഹലാൽ എന്ന് പറയാ. ഹലാൽ. അപ്പൊ ഒരാളിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നു, അത് ഹലാലാണ്. ഒരാളത് വേണ്ടെന്ന് വെച്ചു, അതിന് പ്രതിഫലവുമില്ല ശിക്ഷയില്ല. ഒരാളത് കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് അവന് അതിന്റെ പേരിൽ പ്രതിഫലവുമില്ല ശിക്ഷയുമില്ല. ഇതാണ് ഹലാൽ. ഇതിന് മുബാഹ് എന്നും പറയും. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഏത് കാര്യത്തിലും ഇത്രയും കാര്യങ്ങൾ ബാധകമായിരിക്കും. അപ്പൊ ഒരാൾ നിസ്കരിക്കുന്നു, ആ നിസ്കാരത്തിൽ എന്തുണ്ട്? ഫർളുണ്ട്, സുന്നത്തുണ്ട്, കറാഹത്തുണ്ട്, ഹറാമുണ്ട്, ഹലാലായ കാര്യങ്ങളുണ്ട്. ഇതാ ഫർളാണ് 14 അത് ചെയ്താലേ നിസ്കാരം ശരിയാവുകയുള്ളൂ. പിന്നെ അതിന് പുറമെ ചെയ്യുന്ന കുറെ സുന്നത്തായ കാര്യങ്ങൾ, വജ്ഹ് തോതുക, ഫാത്തിഹയ്ക്ക് സൂറത്ത് ഓതുക, ഇതൊക്കെ എന്താണ്? സുന്നത്താണ്. ചെയ്താൽ പ്രതിഫലം കിട്ടും, ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ല, നിസ്കാരം സഹിയാകും. പിന്നെയുള്ളത് കറാഹത്തായ കാര്യം. ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ അതിനെ ഉപേക്ഷിച്ചാൽ പ്രതിഫലമുണ്ട്, ചെയ്താൽ ശിക്ഷ ഉണ്ടാവൂല, നിസ്കാരം സഹിയാകും, പക്ഷേ പ്രതിഫലം കിട്ടൂല. അപ്പൊ നിസ്കാരത്തിന്റെ പ്രതിഫലം കിട്ടാൻ, അത് പരിപൂർണമാകാൻ ഏത് വേണം? കറാഹത്തുകളെയും ഉപേക്ഷിക്കേണ്ടതുണ്ട്. ഇനി നിസ്കാരത്തിൽ ഹറാമായ കാര്യങ്ങളുണ്ട്, ആ ഹറാമായ കാര്യങ്ങൾ ചെയ്താൽ നിസ്കാരം എന്താവും? ബാത്തിലാവും, അതിന്റെ പേരിൽ അവന് ശിക്ഷയും കിട്ടും. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ടത്. എല്ലാ നിയമങ്ങളും, ഇപ്പൊ നോമ്പെടുത്താലും അങ്ങനെയുണ്ട്. നോമ്പിൽ ഫർളുണ്ട്, നോമ്പിൽ സുന്നത്തുണ്ട്, നോമ്പിൽ കറാഹത്തുണ്ട്, നോമ്പിൽ ഹറാമുമുണ്ട്. ഒന്ന് ഉദാഹരണത്തിന് പറഞ്ഞാൽ, നോമ്പിന്റെ ഫർള് എന്താണ്? 2 കാര്യങ്ങളാണ് നോമ്പിൽ ഫർളുള്ളത്. ഒന്ന് നീയത്ത്, ഓരോ നോമ്പിന് നീയത്ത് ചെയ്യണം. 2 നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് സൂക്ഷിക്കുക. ഇത് രണ്ടും ചെയ്താൽ നോമ്പായി. എന്നാൽ നോമ്പിൽ സുന്നത്തായ കുറെ കാര്യങ്ങളുണ്ട്. അത്താഴം കഴിക്കല് സുന്നത്താണ്. അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്നതിന് ബാങ്ക് വിളിച്ചാൽ നോമ്പ് തുറക്കുന്ന ധൃതിയാക്കല് സുന്നത്താണ്. അതുപോലെ നോമ്പ് മുറിയാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കല് സുന്നത്താണ്. നോമ്പുകാരൻ അതുപോലെ തന്നെ കണ്ണിനെയും കാതിനെയും നാവിനെയും സൂക്ഷിക്കലൊക്കെ സുന്നത്താണ്. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നോമ്പ് പരിപൂർണമാവുക. എന്നാൽ ഒരാള് കാണാൻ പാടില്ലാത്തത് കണ്ടു എന്ന് വിചാരിച്ചിട്ട് നോമ്പ് മുറിയോ? നോമ്പ് മുറിയില്ല, പക്ഷെ എന്ത് കിട്ടൂല? പ്രതിഫലം കിട്ടൂല എന്നുള്ളത്. ഇനി നോമ്പിന് കുറെ കറാഹത്തായ കാര്യങ്ങളുണ്ട്. എന്താണ്? നോമ്പുകാരൻ പകലിൽ സുഗന്ധം പൂശൽ എന്താണ്? കറാഹത്താണ്. നോമ്പുകാരൻ പകലിൽ കുളിക്കൽ കറാഹത്താണ്. നോമ്പിന് കുളിക്കേണ്ടത് എപ്പോഴാണ്? രാത്രിയിൽ കുളിക്കലാണ് സുന്നത്ത്. നോമ്പ് മുറിച്ചതിന് ശേഷം കുളിക്കലാണ് സുന്നത്ത്. പകല് കുളിക്കൽ കറാഹത്ത്. കാരണം ചിലപ്പോൾ കുളിയിലൂടെ എന്ത് ചെയ്യാം? നോമ്പ് മുറിയാൻ ചെവിയിലൂടെയോ മറ്റെയോ വെള്ളം അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നോമ്പ് മുറിയാൻ സാധ്യതയുണ്ട്, നോമ്പ് മുറിയുകയും ചെയ്യും. ഇനി ഹറാമായ കാര്യങ്ങളുണ്ട്. അത് നോമ്പ് ബാത്തിലാകുന്നു മാത്രമല്ല, അതുകൊണ്ട് അവന് വലിയ ശിക്ഷയുമുണ്ട്. നോമ്പുകാരനായിരിക്കെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് ഹറാമാണ്. ഒരു ഫർളായ നോമ്പ്, റമളാനിൽ നോമ്പ് അങ്ങനെ നഷ്ടപ്പെട്ടു പോയാൽ 2 മാസം തുടരെ എന്ത് ചെയ്യണം? നോമ്പ് പിടിക്കല് നിർബന്ധമാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ എല്ലാ ഇബാദത്തിലും ഫർളും സുന്നത്തും കറാഹത്തും ഒക്കെ ഉണ്ട്. നിസ്കാരത്തിലുമുണ്ട്. നിസ്കാരത്തിൽ കറാഹത്തായ കുറെ കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കുന്നത്. അല്ലാഹു തആല മനസ്സിലാക്കാനും അത് നിസ്കാരത്തിൽ പാലിക്കാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാവുന്നതാണ്, എങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തല. വകുരിഹ ഫീഹാ ഇൽതിഫാത്തും ബിവജ്ഹിഹി, നിസ്കാരത്തിൽ ആവശ്യമില്ലാതെ തിരിഞ്ഞു നോക്കൽ കറാഹത്താണ്. ഒരാൾ നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കിയാൽ നിസ്കാരം ബാത്തിലാവോ? ഇല്ല. നിസ്കാരം ബാത്തിലാവൂല. ഇല്ല ഇല്ല. എങ്ങോട്ട് നോക്കിയാലും നിസ്കാരം ബാത്തിലാവൂല. നിസ്കാരം എന്താവൂല? ബാത്തിലാവൂല. മാത്രമല്ല ആവശ്യത്തിന് എന്ത് ചെയ്യാം? തിരിഞ്ഞു നോക്കുകയും ചെയ്യാം. ഒരാള് നിസ്കരിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് പിറകിൽ ഒരു ശബ്ദം കേട്ടു. അവനാള് പേടിച്ചു. ഏതെങ്കിലും ജീവിയങ്ങളോ വന്നോ നിൽക്കുന്നോ എന്ന് ഒന്ന് പേടിച്ച ഒരാളിൽ എന്ത് ചെയ്യാം? ആ നിസ്കാരത്തിൽ തന്നെ എന്ത് ചെയ്യാം? അവന് പിറകിലേക്ക് തിരിഞ്ഞു നോക്കാം. അതിന് കറാഹത്തും ഇല്ല, നിസ്കാരം ബാത്തിലാവേയില്ല, കറാഹത്തും ഇല്ല.
പക്ഷെ ആവശ്യമില്ലാതെ തിരിഞ്ഞു നോക്കൽ കറാഹത്താണ്. കറാഹത്ത് നമ്മൾ പറഞ്ഞല്ലോ, ഉപേക്ഷിച്ചാൽ പ്രതിഫലമുണ്ട്. അപ്പൊ നിസ്കാരത്തിന് പ്രശ്നമില്ല എങ്കിലും അതിനെന്ത് ചെയ്യണം? നിസ്കാരത്തിൽ അത് ഒഴിവാക്കണം. അതാണ്. അതുപോലെ തന്നെ ആകാശത്തിലേക്ക് നോക്കലും മുകളിലേക്ക് നോക്കലും കറാഹത്താണ്. ഇത് കറാഹത്ത് എന്ന് പറഞ്ഞാല് നമുക്ക് നിസ്കാരം ബാത്തിലാവില്ലെങ്കിൽ പോലും നിസ്കാരത്തിന്റെ പ്രതിഫലം നമുക്ക് കിട്ടാൻ അത് ആവശ്യമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കാണാം, ലാ യസാലുല്ലാഹു മുഖ്ബിലൻ അലൽ അബ്ദി ഫീ മുസല്ലാഹു. ഒരു അടിമ അവൻ നിസ്കാരത്തിലായിരിക്കെ അള്ളാഹ് അവനിലേക്ക് തിരിഞ്ഞുകൊണ്ടേയിരിക്കും. അഥവാ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്ന ഒരു അടിമയിലേക്ക് അള്ളാഹു എപ്പോഴും അഭിമുഖമായിരിക്കും, അവന് നോക്കും. ബി റഹ്മത്തിഹി വരില്ലാഹു, അള്ളാഹുവിന്റെ തൃപ്തിയും അവന്റെ പൊരുത്തവും ഒക്കെ അവന് കൊടുക്കും. മാലം യൽതഫിത്, അവൻ തിരിഞ്ഞു നോക്കാത്തിടത്തോളം. ഫൈദൽ തഫത്ത, അവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞു നോക്കിയാൽ അഅറള അൻഹു, അള്ളാഹ് അവനിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നതാണ്. അപ്പോ നിസ്കാരം ബാത്തിലായില്ലെങ്കിൽ പോലും എന്ത് ചെയ്യരുത്? അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നോക്കരുത്. നോക്കിയാൽ അള്ളാഹു അവനിൽ നിന്ന് വിട്ടുപോകും. ഫലാ യുക്റഹു ലിഹാജത്തിൻ, അപ്പോൾ ആവശ്യത്തിനാണെങ്കിൽ അത് കുഴപ്പമില്ല എന്ന് മഹാന്മാർ ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മെ പഠിപ്പിക്കുക. വനളറ നഹ്മിസ്സമായി, അതുപോലെ തന്നെ ആകാശത്തേക്ക് മുകളിലേക്ക് നോക്കാനും പാടില്ല. ചില ആളുകൾ ഇങ്ങനെ അല്ലേ കൈ ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ ഒക്കെ അങ്ങനെ സ്വാഭാവികമായിട്ട് അങ്ങനെ അങ്ങ് ആയിപ്പോകുന്നവരുണ്ട്. അല്ലെങ്കിലൊക്കെ ഫ്രണ്ടിലുള്ളതും ഒക്കെ. നമ്മളെ പള്ളികളിലൊക്കെ മറ്റുള്ളവർ വരുമ്പോൾ തന്നെ അവരുടെ വസ്ത്രധാരണവും അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ നിസ്കരിക്കുന്നവരുടെ ശ്രദ്ധ തിരിക്കാതിരിക്കണമെന്ന് പറയാൻ കാരണം എന്താണ്? നിസ്കരിക്കുന്ന ആളിന്റെ ശ്രദ്ധ മാറ്റത്തിലേക്ക് പോകാൻ പാടില്ല, അല്ലെ? ചിലര് എഴുതിയ എഴുത്തുകളുള്ള ടീഷർട്ടുകളും ഡ്രസ്സുകളൊക്കെ ഇട്ടുകൊണ്ടുവരല്ലേ, നെയ്മർ, പിന്നെ മെസ്സി, സച്ചിൻ, അങ്ങനെയൊക്കെ പിറകിലൊക്കെ എഴുതിക്കൊണ്ട് അങ്ങനെയുള്ള വസ്ത്രങ്ങളിട്ട് പള്ളിയിൽ വരല് അനുയോജ്യമല്ല. പള്ളിയിലേക്ക് വരുമ്പോൾ അതിന് അതിൻ്റെതായ ഒതുക്കത്തിലുള്ള വസ്ത്രവും ധാരണമൊക്കെ. അതുപോലെ കള്ളിമുണ്ട്, കൂടുതൽ അലങ്കാരമുള്ള വസ്ത്രങ്ങൾ, അത് മറ്റുള്ളവരുടെ ശ്രദ്ധ അതിലേക്ക് തിരിയുന്നതിന് കാരണമാകും. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതിൽപ്പെട്ടതാണ് നമ്മുടെ മൊബൈലും, അല്ലെ? അതിൽപ്പെട്ടതാണ് മൊബൈലിന്റെ കാര്യവും. അപ്പോ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട. നമ്മൾ ഒരാളിന്റെ മൊബൈല് ശബ്ദിക്കുമ്പോൾ ഉടനെ നമുക്കവിടെ പ്രതികരിക്കുന്നത് ശരിയല്ല. അത് അവരെ ഇൻസൾട്ട് ചെയ്യലാണ്. അത് അവർക്ക് ഗുണത്തെക്കാളെ കൂടെ ദോഷം ചെയ്യും. പക്ഷെ പൊതുവിൽ പറയുമ്പോൾ നമുക്ക് പറയാം, പള്ളിയിൽ കയറുമ്പോൾ മൊബൈലിന്റെ ശബ്ദം ഉണ്ടാകരുത്. അപ്പൊ ഒന്നുകിൽ സൈലന്റ് ആക്കുക, അല്ലെങ്കിൽ ഓഫ് ആക്കുക. അതാ. അപ്പൊ സ്ഥിരമായി പള്ളിയിൽ കയറുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തായാലും ഓർമ്മ വരും, അല്ലെ? വളരെ അപൂർവമായിട്ട് അവർക്ക് മറന്നുപോകും. പിന്നെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ മാത്രം പള്ളിയിൽ കയറുമ്പോഴാണ് ഇതിങ്ങനെ ശബ്ദം എപ്പോഴും, അല്ലേ? എപ്പോഴും നമ്മളെ പള്ളിയിൽ എല്ലാ വക്കത്തിനും മിക്കവാറും എല്ലാ വക്കത്തിനും കേൾക്കുകയാണ് ചെയ്യാ. അവരവർ മനസ്സിലാക്കിയില്ല എങ്കിൽ, അല്ലെ, മറ്റുള്ളവരുടെ ശ്രദ്ധ അതിലേക്ക് പോവുകയില്ലേ? അത് ഏത് കാരണത്താലായാലും നിസ്കരിക്കുന്നവരുടെ ശ്രദ്ധ തിരിക്കുന്നതൊന്നും ഒരാളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. എന്ന് മാത്രമല്ല, പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ഒരാളിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒന്നും മറ്റൊരാളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. അത് കാരണം നമ്മുടെ അമല് പൊളിഞ്ഞു പോകുമെന്നാണ്, അല്ലെ? നിങ്ങൾ പള്ളിയിൽ ശബ്ദമുണ്ടാക്കരുതെന്ന് പറഞ്ഞത്, ഒരാൾ ദുനിയവിയായ സംസാരം വഴി പള്ളിയിൽ സംസാരിച്ചാൽ 40 വർഷത്തെ അമലവനിൽ നിന്ന് പൊളിഞ്ഞു പോകും. കാരണം ദുനിയാവിയായ സംസാരത്തിനുള്ളതല്ല സ്ഥലമല്ല പള്ളി. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഞാൻ നോക്കിയ പേജിൽ തന്നെ, റെഫർ ചെയ്ത പേജിൽ തന്നെ പള്ളിയുടെ മര്യാദകളുടെ കൂട്ടത്തിൽ ഇത് പറയുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. പള്ളി എന്ന് പറഞ്ഞാൽ സാധാരണ വീട് പോലെ മാർക്കറ്റ് പോലെ അല്ലല്ലോ, അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്ത് നബി തങ്ങൾ നിശിതമായി എതിർത്തൊരു കാര്യമുണ്ട്. ഉള്ളി തിന്ന് വായിൽ സ്മെല്ലുള്ള ഒരാള് ഫലാ യഖറബന്ന ഇലൽ മസാജിദി, അവൻ പള്ളിക്ക് അടുത്ത് പോലും വരരുതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താ? അവൻ ഉള്ളി തിന്നതിന്റെ വായുടെ സ്മെല്ല് അടുത്ത് നിൽക്കുന്നവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അത് നബി തങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞതാ. പുകവലിക്കുന്നവര് അങ്ങനെയാണ്. അതുപോലെ തന്നെ ഈ എല്ലാവർക്കും ഇഷ്ടപ്പെടാത്ത ചില സുഗന്ധങ്ങൾ ഉണ്ടാകാം. അങ്ങനെ അത് പൂശിക്കൊണ്ടുവരുന്നത്, വിയർപ്പിന്റെ സ്മെല്ലും അങ്ങനെയുള്ള അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ പള്ളിയിൽ വരുന്നത്, ഇതൊക്കെ പള്ളിയിൽ ഉപേക്ഷിക്കേണ്ട കാര്യമാണ്. പള്ളി എപ്പോഴും വളരെ വൃത്തിയും, പള്ളിയിൽ വരുന്നവരും വൃത്തിയുള്ളവര്, പള്ളി എപ്പോഴും സൈലന്റ്, പള്ളിയിൽ വരുന്നവരും സൈലന്റ്. കാരണം ഇത് ആരുടെ വീടാണ്? അള്ളാഹുവിന്റെ വീടാ. അതിന് കുറെ നിയമങ്ങളും നിബന്ധനകളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു.
ഒരിക്കൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരാൾ അടുത്ത് കിടന്നുറങ്ങുന്നു. അവനെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, അവിടെ രണ്ടുപേര് ഇരിക്കുന്നുണ്ട്, അവനെ ഇനി കൊണ്ടുവരാൻ പറഞ്ഞു. ഇദ്ദേഹം ഓടിച്ചെന്ന് ആ രണ്ടുപേരെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പൊ ചോദിച്ചു, നിങ്ങൾ എവിടത്തുകാരാ? അവര് പറഞ്ഞു, ഞങ്ങൾ തോയിഫിൽ നിന്ന് വന്നവരാണ്, നിങ്ങളെ സിയാറത്ത് ചെയ്യാൻ വന്നതാണ്, പള്ളിയിൽ വന്നതാണെന്ന് പറഞ്ഞു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ മദീനക്കാരായിരുന്നെങ്കിൽ രണ്ടുപേർക്ക് ഞാനിപ്പോ അടിപറ്റിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ധീരനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അല്ലേ, നിങ്ങൾ മദീനക്കാരനായിരുന്നെങ്കിൽ രണ്ടുപേർക്കും എന്റെ നടി കൊള്ളുമായിരുന്നു. കാരണം എന്താ? തർഫഅനി അസ്വാതകുമാ ഫീ മസ്ജിദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ഇരുന്നാണോ നിങ്ങൾ ഇങ്ങനെ ഉറക്കെ സംസാരിക്കുന്നത്? ആലോചിച്ച്, അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ഇരുന്നാണോ നിങ്ങൾ ഉറക്കെ സംസാരിക്കുന്നത്? അല്ലേ? അപ്പോ നമ്മളൊക്കെ പലരും അശ്രദ്ധമായിട്ട്, ചിലപ്പോൾ വലിയ ആളാകാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞില്ലെങ്കിൽ അത് ഇതല്ലേ, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഉള്ള വിഷമം കൊണ്ടൊക്കെ പള്ളിയിൽ ഇരുന്ന് സംസാരിക്കുമ്പോഴേ ആർക്കും ദോഷമില്ല, നമ്മുടെ അമല് പൊളിഞ്ഞു പോകും. നമ്മുടെ അമല് പൊളിഞ്ഞു പോകും, വേറെ ആർക്കും അതുകൊണ്ട് ഒരു ദൂഷ്യമില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളി അത് വളരെ പവിത്രതയോടുകൂടി നമ്മൾ കാണേണ്ടതാണ്. അതെ, ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ പള്ളിയുമായി ബന്ധപ്പെട്ട് ഇവിടെ പറയുന്നത് എന്താണ്? ഒരാള് നിസ്കാരത്തിന് തുപ്പേണ്ടി വന്നു. അങ്ങനെ ചെയ്യാം. നിസ്കാരത്തിന്റെ ആളിന് കഫം തുപ്പേണ്ടി വന്നു. കാരണം എന്താ? ചില കഫം നിസ്കാരത്തിൽ കുടിച്ചിറക്കിയാൽ നിസ്കാരം ബാത്തിലായി പോകും. നോമ്പ് മുറിയുന്ന കാര്യം നിസ്കാരത്തിൽ ഉണ്ടായാൽ നിസ്കാരം ബാത്തിലാകും എന്നർത്ഥം. അപ്പൊ ഒരാള് മണ്ടയിൽ നിന്ന് കഫ ഇറങ്ങി ഇങ്ങനെയൊക്കെ വലിക്കുമ്പോഴേക്കും കഫം വരുമല്ലോ, ആ കഫ എന്ത് ചെയ്യാൻ പാടില്ല? വിഴുങ്ങാൻ പാടില്ല. വിഴുങ്ങിയാൽ എന്താവും? നിസ്കാരം ബാത്തിലാവും. അപ്പൊ എന്ത് വേണം? വീട്ടിലാണെങ്കിൽ അവന്റെ വീട്ടിലാണ് നിസ്കരിക്കുന്നത്, പള്ളിയിലല്ലാത്ത സ്ഥലത്താണ് നിസ്കരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാം? ഇടതു ഭാഗത്തേക്കോ കാലിന്റെ താഴെ ഭാഗത്തോ അവന് തുപ്പാം, അത് കളയാം. വലതു ഭാഗത്തേക്ക് മുൻഭാഗത്തേക്ക് തുപ്പല് കറാഹത്താണ്. മുൻഭാഗം നല്ല കാര്യങ്ങൾ ചെയ്യേണ്ട ഭാഗം, മുൻഭാഗം കിബിലയുടെ ഭാഗമാണ്, വലതു ഭാഗം നല്ല കാര്യങ്ങൾ ചെയ്യേണ്ട ഭാഗമാണ്. അപ്പൊ ഇടതു ഭാഗത്തെയോ കാൽപാദത്തിന്റെ അടിയിലോ തുപ്പാം. എന്നാൽ ഒരു പള്ളിയിലാണെങ്കിലോ എവിടെയും തുപ്പാൻ പറ്റുമോ? അപ്പൊ എന്ത് ചെയ്യണം? അവന്റെ സ്വന്തം തുണിയിലോ അവന്റെ പോക്കറ്റിലോ എവിടെയെങ്കിലും എന്ത് ചെയ്യണം? തുപ്പണം. അപ്പൊ പിന്നെ അത് നജസല്ലേ? നജസല്ലല്ലോ. തുപ്പലും കഫവും എന്തല്ല? നജസല്ല, ബ്ലഡാണ്. ബ്ലഡും മലവും മൂത്രവും ഛർദിയിലൊക്കെ ആണല്ലോ നജസാവുന്നത്. ഇതെന്തല്ല? നജസല്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമുക്ക് ഉണ്ടാകും. അറിയാവുന്നവർക്ക് അത് ചെയ്യേണ്ടി വരും. അല്ലാത്തപ്പം കഫം വിഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകുമെന്ന് അറിയാവുന്നവർക്കാണ് ഇത് ബാധകം. ഒരാൾ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ അതുപോലെ നിസ്കാരത്തിൽ ചെയ്യുന്നു, പാവങ്ങൾ ഒക്കെ അതെല്ലാം ഒപ്പം തന്നെ. അപ്പോ അങ്ങനെയുള്ള സന്ദർഭത്തില് മുൻഭാഗത്തേക്ക്, പള്ളിയിലല്ലാത്ത ഒരാള് മുൻഭാഗത്തേക്കോ വലതു ഭാഗത്തേക്കോ തുപ്പാൻ പാടില്ല, ഇടതു ഭാഗത്തേക്ക് തുപ്പാം. തുപ്പി എന്ന് പറയുന്ന നിസ്കാരത്തിന് ബാത്തിലാവൂല, കറാഹത്തും ഇല്ല. തുപ്പൽ ആവശ്യമാണ് അവിടെ. എന്നാൽ പള്ളിയിലാണെങ്കിലോ അവന്റെ പോക്കറ്റിലോ മറ്റേതെങ്കിലും കയ്യിലുള്ള കർച്ചീഫിലോ തുണിയിലോ തുപ്പേണ്ടതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്താണ് പറയുന്നത്, വയജിബു ഇഖ്റാജ് നജസിൻ മിൻ ഫൗറൻ ഐനിയ. ഒരാൾ പള്ളിയിൽ ഏതെങ്കിലും ഒരു നജസ് കണ്ടു, ഏതെങ്കിലും ഒരു ജീവിയുടെ ശവം കണ്ടു, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു നജസ് കണ്ടാൽ എത്രയും പെട്ടെന്ന് പള്ളിയിൽ നിന്ന് എടുത്തു മാറ്റൽ അവന് നിർബന്ധമാണ്. മോദിയാമ വരി എന്ന് വിളിക്കണ്ട, അല്ലെങ്കിൽ മോദിമാമ വരുന്നവരെന്ത് ചെയ്യണ്ട, കാത്തിരിക്കാനും പാടില്ല. അത് കാണുന്നവർക്ക് എടുത്തു മാറ്റൽ നിർബന്ധമാണ്. അത് പള്ളിയോടുള്ള മര്യാദകളിൽപ്പെട്ടതാണ്. എന്നാൽ അത് ഉണ്ടാകാതിരിക്കൽ, അത് ഏൽപ്പിക്കപ്പെട്ട ആളിന് ശ്രദ്ധിക്കൽ നിർബന്ധമാണ്. ഏൽപ്പിക്കപ്പെട്ട ഒരാൾ, ഉത്തരവാദിത്വമുള്ള ഒരാള് ഒരു നജസും ഇല്ലാതിരിക്കുവാൻ ശ്രദ്ധിക്കൽ അവർക്ക് നിർബന്ധം. എന്നാൽ ഒരാളിന്റെ കണ്ണിൽ നജസ് പെട്ടാലോ അത് അവർ തന്നെ എടുത്തു മാറ്റല് നിർബന്ധമാണ്. അപ്പോൾ അവരായിട്ടൊരു നജസ് വരുത്താനും പാടില്ല. അല്ലാഹു മക്കല്ല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുപോലെ പള്ളിയിലെ ഏതെങ്കിലും തരത്തിലുള്ള നജസ് ഉണ്ടാക്കാനോ പള്ളിയിലെ ഹുർമത്തിന് ദോഷമുണ്ടാകുന്ന ഒരു തരത്തിലുള്ള ഒന്നും, ഇപ്പൊ ഒരാള് ശരീരത്തിൽ കൊതുക് വന്നിരുന്നിട്ട് അടിച്ചു, ആ കൊതുക് അടിച്ച് കൊന്നിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? പള്ളിയിലിടാൻ പാടില്ല. നഖം, ഒരാള് ചിലപ്പോഴൊക്കെ നമ്മളെ പള്ളിയിൽ നഖം ഉണ്ടാവും, ഇരുന്നിരുന്ന നഖം, തൊലി, അതൊന്നും പിടിച്ചിട്ട്
പള്ളിയിലിടാൻ പാടില്ല. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കിടന്നുറങ്ങുന്ന ഒരാളിന്റെ വായിൽ നിന്ന് ഇന്നുവ പോലും എന്ത് ചെയ്യാൻ പാടില്ല? പള്ളിയിൽ വീഴാൻ പാടില്ല. അതിന് മഹാന്മാർ പറഞ്ഞത് സൂക്ഷ്മതയ്ക്ക് അവരവരുടെ വസ്ത്രത്തിലോ അവരവരുടെ ഷീറ്റിലോ ആണ് എന്ത് ചെയ്യേണ്ടത്? പള്ളിയിൽ കിടന്നുറങ്ങേണ്ടത്. പള്ളിയിൽ അങ്ങനെ ഒന്നും വരാതിരിക്കാൻ. അത്രയും പവിത്രതയോടെ കാണേണ്ട സ്ഥലമാണ് പള്ളി. അള്ളാഹുവിന്റെ ഭവനമല്ലേ. അവസാന കാലഘട്ടമാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, പള്ളിയൊക്കെ നല്ല അലങ്കാരമായിരിക്കും അല്ലേ. അവസാന കാലഘട്ടമാകുമ്പോൾ പള്ളികളൊക്കെ അമ്പരചുംബികളായിരിക്കും, പള്ളികളൊക്കെ അലങ്കാരമായിരിക്കും, പള്ളികളൊക്കെ കാണാൻ മനോഹരമായിരിക്കും. പക്ഷേ പള്ളിയുടെ ഉള്ളിൽ സന്മാർഗം ഉണ്ടാവുകയില്ല. ആ പള്ളിയിൽ നല്ലത് നടക്കില്ല. ആ പള്ളിയിൽ ഇബാദത്തുകൾ ചെയ്യാൻ ആരും ഉണ്ടാവില്ല. ഫിത്നയും ഫസാദും ഗീബത്തും നമീമത്തും തിന്മകളും മാത്രമാകുന്ന ഒരു കാലം. അല്ലാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കട്ടെ. ഖിയാമത്ത് നല്ല അടയാളമാണ്. കോടികളുടെ പള്ളികള് ഇന്ന് എല്ലായിടത്തും അഭിമാനകരമായി ഉണ്ട്. പക്ഷെ ഇബാദത്തുകളൊക്കെ പഴയ കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. ഇപ്പൊ വെള്ളിയാഴ്ച പഴയ കാലത്തൊക്കെ സുബഹി കഴിഞ്ഞിട്ട് പള്ളിയിലേക്ക് വരുന്ന ഉപ്പമാരില്ലായിരുന്നോ? അല്ലെ? കാരണം എന്താ? പണ്ഡിതന്മാർ അവർക്കൊക്കെ പ്രസംഗിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാള് ആദ്യ സമയത്തേക്ക് പള്ളിയിലേക്ക് വന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു അടിമയെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം അവർ കിട്ടുമെന്ന്. ആ പ്രതിഫലമൊക്കെ നേടാൻ അവര് വളരെ ആവേശത്തിലായിരുന്നു. ഇന്നൊന്നും അങ്ങനെയൊന്നും പള്ളികളിലൊന്നും ഒരിടത്തും അങ്ങനെ കാണാറില്ല. പള്ളികളിൽ എത്തിക്കാഫിരിക്കുന്നവർ, പള്ളിയിൽ ഇബാദത്തിൽ കഴിഞ്ഞുകൂടുന്നവർ പഴയ കാലത്തൊക്കെ കൂടുതലായിരുന്നു. എന്നാൽ പരിശുദ്ധ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ സത്യമായി പുലരുന്നത് പോലെ വർത്തമാനകാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇബാദത്തുകൾക്ക് അവസരങ്ങൾ കുറവ്, ഇബാദത്ത് ചെയ്യാൻ ആളില്ല. വെള്ളിയാഴ്ചയാണെങ്കിൽ പോലും അരമണിക്കൂർ 25 മിനിറ്റ്, അത് 10 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുമെന്നുള്ള ഗവേഷണത്തിലാണ്. അല്ല, ഇതെല്ലാം കൂടി അടിച്ചു പൊളിച്ച് 10 മിനിറ്റ് കൊണ്ട് തീർത്തിട്ട് പള്ളി ഒഴിയണം. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ പറഞ്ഞു വന്നത്, നിസ്കാരത്തിൽ കറാഹത്തായ കാര്യങ്ങൾ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? ഒന്ന്, അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് തിരിഞ്ഞു നോക്കൽ കറാഹത്താണ്. അതുപോലെ മുകളിലേക്ക് കണ്ണ് നോക്കല് കറാഹത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുമായി ബന്ധപ്പെട്ട ഹദീസ് പറഞ്ഞു, മാ ബാലു അഖ്വാമിൻ യർഫഊന അബ്സാറഹും മിനസ് സമാഇ ഫീ സ്വലാത്തിഹിം. ഒരു കൂട്ടം ആളുകൾ, അവരുടെ കാര്യം എന്താണ്? അവർ നിസ്കാരത്തിൽ അവർ ആകാശത്തിലേക്ക് കണ്ണ് ഉയർത്തുന്നു. നബി തങ്ങൾ അതിനെ നിശ്ചിതമായി എതിർത്തു. പറയുന്നു, ഒരിക്കലും നിസ്കരിക്കുന്നവർ അവൻ മുകളിലേക്ക് കണ്ണും നട്ട് നിൽക്കരുത്. അവരുടെ കണ്ണുകളെ തന്നെ അല്ലെങ്കിൽ റാഞ്ചി എടുക്കപ്പെടുന്നതാണ്. അത്രയും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ പറഞ്ഞത്, അമാമൻ, നിസ്കരിക്കുന്ന ഒരാളിന്റെ മുൻഭാഗത്തേക്ക് തുപ്പല് കറാഹത്ത്, യമീനൻ, വലതു ഭാഗത്തേക്ക് തുപ്പലും കറാഹത്ത്. അപ്പോൾ ഒന്നുകിൽ ഇടത് ഭാഗത്തേക്ക് തുപ്പുക, അല്ലെങ്കിൽ നിസ്കരിച്ചില്ലെങ്കിൽ പോലും, നിസ്കരിക്കാത്ത ഒരാളും ആണെങ്കിൽ പോലും പള്ളിയുടെ മുൻഭാഗത്തേക്ക് എന്ത് ചെയ്യാൻ പാടില്ല? തുപ്പാൻ. കാരണം അതിന്റെ ഭാഗമാണ്, ഖിബിലയുടെ ഭാഗമാണ്. ഖിബിലയുടെ ഭാഗത്തേക്ക് തുപ്പല് കറാഹത്താണ്. ഖിബിലയുടെ ഭാഗത്തേക്ക് കാല് നീട്ടി ഇരിക്കലും കറാഹത്താണ്. ഇങ്ങനെ കാല് നീട്ടി ഇരിക്കുന്നവരെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഖിബിലയുടെ ഭാഗത്തുനിന്ന് മാറിയിരുന്നാൽ മതി, അല്ലെ? ഖുർആനിലേക്ക് കാല് നീട്ടാൻ പാടില്ല. മാതാപിതാക്കളുടെ മുന്നിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല? കാല് നീട്ടിയിരിക്കാൻ പാടില്ല, അല്ലെ? മക്കള് കാല് നീട്ടിയിരിക്കുമ്പോ ഉമ്മായി പപ്പായി കാല് മടക്കി കൊടുക്കണം, അല്ലെ? മാതാപിതാക്കളുടെ നേരെ കാല് നീട്ടാൻ പാടില്ല. ഖുർആനിന് നേരെ കാല് നീട്ടാൻ പാടില്ല. കഅബയ്ക്ക് നേരെ, ഖിബിലയ്ക്ക് നേരെയും. അതൊക്കെ കറാഹത്താണ്. അല്ലാഹുവേ, അതുപോലെ തന്നെ കറാഹത്തായ ഒരു കാര്യമാണ് തോളും തലയും തുറന്നിട്ടുകൊണ്ട് നിസ്കരിക്കലും കറാഹത്താണ്. തലമറയ്ക്കൽ സുന്നത്താണ് നിസ്കാരത്തിൽ, വളരെ പ്രബലമായ സുന്നത്താണ്. പക്ഷേ തല തുറന്നിട്ടിട്ട് നിസ്കരിക്കൽ കറാഹത്താണ്. കറാഹത്ത് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടും. എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്?
ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല എപ്പോഴും നമ്മുടെ പോക്കറ്റിൽ ഒരു തൊപ്പിയോ ഒരു കർച്ചിപ്പോ വെച്ചിരിക്കുക. പള്ളി വരുമ്പോൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യുക, അതെടുത്തിട്ട് തലമറയ്ക്കൽ പ്രബലമായ സുന്നത്താണ്. അത് ഉപേക്ഷിക്കൽ കറാഹത്താണ്. നിസ്കാരം സഹിയാകും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്ത് കിട്ടൂല, നിസ്കാരത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടും. വമങ്കിബിൻ, അതുപോലെ തന്നെ തോള് തുറന്നിട്ടുണ്ട് നിസ്കരിക്കുക. കാരണം പുരുഷന്റെ ഔറത്ത് മുട്ടുപൊക്കലിനിടയിലുള്ള ഭാഗമാണല്ലോ. മുണ്ടെടുത്താൽ മതി, നിസ്കാരം സഹിയാകും. പക്ഷേ ഷർട്ട് ഇടാത്ത ഒരാള് എന്ത് ചെയ്യണം, ഒരു ഷാളോ തോർത്തെങ്കിലും എന്ത് ചെയ്യണം, തോളിലിട്ടിട്ടാണ് നിസ്കരിക്കേണ്ടത്. അത് രണ്ടും തലയും തോളും തുറന്നിട്ടിട്ട് നിസ്കരിക്കല് കറാഹത്താണ് എന്നാണ്. അതുപോലെ തന്നെ ഒരാളിന് മലമൂത്ര വിസർജനത്തിന് മുട്ടി നിൽക്കുന്ന സന്ദർഭം, ആ സന്ദർഭത്തിൽ നിസ്കരിക്കലും കറാഹത്താണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നിസ്കാരത്തിന് സമയമുണ്ട്, നിസ്കാരം കളാവൂല എന്നുണ്ടെങ്കിൽ ആദ്യം മലമൂത്ര വിസർജനം കഴിഞ്ഞ് ശുദ്ധിയായി ഒന്നു ചെയ്തിട്ട് വേണം അവിടെ നിസ്കരിക്കാൻ. ഒരാളിന് മഗ്‌രിബ് നിസ്കരിച്ച് അതിന്റെ ഒന്നുകൊണ്ട് ഇശാഇന്റെ ബാങ്കും വിളിച്ച്, അപ്പൊ പിന്നെ അവന് ഒന്നിനോ രണ്ടിന് പോകേണ്ടതുണ്ട്. അപ്പൊ പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, വീണ്ടും ഒന്നു എടുക്കണമല്ലോ. അപ്പൊ പിന്നെ വീണ്ടും ഒന്നു എടുക്കുന്നതിന് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യരുത്, ആ മലമൂത്രത്തിന്റെ മുട്ടിയ അവസ്ഥയിൽ നിസ്കരിക്കല് കറാഹത്താണ് എന്നാണ്. അതുപോലെ തന്നെ ഇനി സമയം ഇടുങ്ങിപ്പോയിട്ടുണ്ട്, അഥവാ മലമൂത്ര വിസർജനം കഴിഞ്ഞ് ഒന്നു എടുത്തുകൊണ്ട് വരുമ്പോൾ സമയം നഷ്ടപ്പോകും, നിസ്കാരം കളാവുന്നുണ്ടെങ്കിലോ അവിടെ മുൻഗണന കൊടുക്കേണ്ടത് ഏതിനാണ്? നിസ്കാരത്തിനാണ്. മനസ്സിലാവുന്നില്ലേ? ഒരാളിന് പെട്ടെന്ന് നമ്മൾ വീട്ടിലെത്തി, യാത്ര കഴിഞ്ഞിട്ടോ ജോലി കഴിഞ്ഞോ വന്ന് ലൊഹറിന്റെ നിസ്കാരം നിസ്കരിച്ചിട്ടില്ല, അസറിന്റെ ബാങ്ക് കൊടുക്കാൻ പോകുന്നു, ബാത്റൂമിൽ കയറി എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴേക്കും നിസ്കാരം കളായി പോകും എന്നുണ്ടെങ്കിൽ അവിടെ ഏത് നിയമം ബാധകമല്ല, ഈ പറഞ്ഞ നിയമം ബാധകമല്ല. സമയം വിശാലമാണെങ്കിലാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടായിരിക്കെ, ആ ഭക്ഷണം കഴിക്കാൻ അവൻ വിശന്നിരിക്കെ, അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ ദാഹിച്ചിരിക്കെ അവൻ നിസ്കരിക്കലും കറാഹത്താണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ സ്വലാത്ത ഐ കാമിലതൻ ബിഹദറത്തി തുആമി വലാ സ്വലാത്ത വഹുവ യുദാഫിഉൽ അഖ്ബസാൻ. ആഹാരത്തിന്റെ സാന്നിധ്യത്തിൽ നിസ്കാരമില്ല എന്നർത്ഥം. അപ്പം വിശന്ന ഒരാള് നിസ്കാരത്തിന് മുൻഗണന കൊടുക്കണോ, ഭക്ഷണം കഴിക്കുന്നതിന് മുൻഗണന കൊടുക്കണോ? ഭക്ഷണം തയ്യാറാണ്, ഏതിന് മുൻഗണന കൊടുക്കണം? ഭക്ഷണത്തിന് മുൻഗണന കൊടുക്കണം. അപ്പൊ നിസ്കരിക്കല്ലേ, ഭക്ഷണം കഴിക്കാതെ നിസ്കരിച്ചാൽ 2-3 പ്രശ്നമുണ്ട്. ഒന്ന്, നിസ്കാരം സ്പീഡാക്കും, കാരണം പെട്ടെന്ന് നിസ്കരിച്ചിട്ട് എന്ത് വേണം, ഭക്ഷണം കഴിക്കണം. 2, നിസ്കാരത്തിന് മൊത്തവും വിശപ്പിന്റെ പ്രശ്നമില്ലേ, വിശപ്പിന്റെ വിഷമം ഉണ്ടല്ലോ, അപ്പൊ ഭക്ഷണത്തിന്റെ ചിന്തയായിരിക്കും. ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിക്കുക. വെള്ളം കുടിക്കാൻ ദാഹമുള്ള ഒരാള് വെള്ളമൊക്കെ കുടിച്ച് ദാഹമൊക്കെ തീർന്നിട്ട് നിസ്കരിക്കുക. ഇരുന്നാൽ നിസ്കാരം കളാവുന്നുണ്ടെങ്കിലോ അവിടെ ഏതിനാ മുൻഗണന കൊടുക്കേണ്ടത്? അവിടെ നിസ്കാരത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. വിശാലമായ സമയമുണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിക്കണം എന്നർത്ഥം. അതുപോലെ തന്നെ ആളുകൾ വഴി നടക്കുന്ന സ്ഥലത്ത് നിസ്കരിക്കല് കറാഹത്താണ്, അല്ലെ? അങ്ങനെ റെയിൽവേ സ്റ്റേഷനില് ആളുകൾ നടക്കുന്ന സ്ഥലം, റോഡില്, ഈ അടുത്ത് ഇങ്ങനെ റമളാനാണെന്ന് ഒരു വിവാദം ഉണ്ടായാലല്ലേ, റോഡിൽ ഒരു സ്ത്രീ നിസ്കരിക്കുന്നതിന്റെ വീഡിയോ ഒക്കെ പ്രചരിച്ചിട്ടുണ്ടല്ലോ. മുസ്ലിം അങ്ങനെ നിസ്കരിക്കാൻ അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ജനങ്ങൾ വഴി നടക്കുന്ന സ്ഥലത്ത് നിസ്കരിക്കൽ കറാഹത്താണ്. അവർ ഒതുങ്ങിയ സ്ഥലത്ത് തന്നെ നിസ്കരിക്കണം. അത് മുസ്ലിമിനെ പറയിപ്പിക്കാൻ വേണ്ടി ആരോ ചെയ്തതാണ്, അല്ലെ? മുസ്ലിമിന് എങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ചെന്ന് നിസ്കരിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതൊന്നും അവർക്കത് നിയമമല്ല, അത് ഭൂഷണവുമല്ല. അതുപോലെ തന്നെ ഈ മഖബറത്തിൻ, ഖബറുകളുടെ ഇടയിലെ, ഖബറിന്റെ മുകളിലെ, ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കലും കറാഹത്താണ്. എന്നാൽ ഖബറിലുള്ള ആളിനെ ബഹുമാനിച്ചുകൊണ്ട് നിസ്കരിക്കലോ ഹറാമുമാണ്. ഖബറിന്റെ ഇടയിൽ, കാരണം ഖബറിന്റെ ഇടയിലാക്കുമ്പോൾ ചിലപ്പോൾ നജസ്സുകളോ മറ്റൊക്കെ ഉണ്ടാകാം, അപ്പൊ അവിടെ നിസ്കരിക്കൽ കറാഹത്ത്. പക്ഷേ ഒരു നബിയുടെയോ ഒരു വലിയിന്റെയോ ഖബറിനെ ബഹുമാനിച്ചുകൊണ്ട് അതിന്റെ നേരെ നിസ്കരിക്കൽ പാടില്ലാത്തതാണ്, ഹറാമുമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ടത്.
ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് നിസ്കാരത്തിലുമായി ബന്ധപ്പെട്ട് സുന്നത്ത്, അബ്ആദ് സുന്നത്തുകൾ, നിസ്കാരത്തിന്റെ പ്രബലമായ സുന്നത്ത്, അതുപോലെ തന്നെ സഹവിന്റെ സുജൂദ് ചെയ്യേണ്ട സന്ദർഭങ്ങൾ നമുക്കൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. എപ്പോഴൊക്കെയാണ് നമ്മൾ സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടത്? അതൊക്കെ നമ്മൾ നിസ്കാരം ശരിയാകുന്നതിന്, നിസ്കാരം ബാത്തിലായി പോകാതിരിക്കാൻ ആവശ്യമായ കാര്യങ്ങളല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുഹബ്ബത്ത് പരത്തുന്ന നൂറുൽ അമീൻ മുഹമ്മദ്